കോമ കോളൻ ക്വസ്റ്റ്യൻ മാർക്ക് സ്പേസ് എന്നിങ്ങനെ നമ്മൾ പറയുന്ന ഒന്നോ ഒന്നിലധികമോ ക്യാരക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഡേറ്റയെ സ്പ്ലിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗൂഗിൾ ഷീറ്റ്സിലെ സ്പ്ലിറ്റ് ഫംഗ്ഷനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒരു ടെക്സ്റ്റ് സ്ട്രിങ്ങിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഡീലിമിറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ സ്പ്ലിറ്റ് ചെയ്യാനായിട്ടാണ് ഗൂഗിൾ ഷീറ്റ്സിലെ സ്പ്ലിറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ ഡീലിമിറ്റർ എന്നത് സ്പേസ് ആകാം, കോമയാകാം, ക്വസ്റ്റ്യൻ മാർക്ക് ആകാം, അങ്ങനെ ഏത് ക്യാരക്ടർ വേണമെങ്കിലും ആകാം. ഇനി സ്പ്ലിറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ കാണുന്ന പേരിനെ, അതായത് ക്രിസ്റ്റഫർ എഡ്വേർഡ് നോളൻ എന്ന പേരിനെ ഈ പേരിനിടയിലുള്ള സ്പേസിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ സ്പ്ലിറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. നോക്കുക, സ്പ്ലിറ്റ് ഫംഗ്ഷൻ്റെ യൂസ് ഇവിടെ എഴുതിയിരിക്കുന്ന കാണാം. സ്പ്ലിറ്റ്സ് ടെക്സ്റ്റ് ബൈ സ്പെസിഫിക് ക്യാരക്ടർ ഡീലിമിറ്റർ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ടെക്സ്റ്റ്. ഏത് ടെക്സ്റ്റിനെയാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക. കോമ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ഡീലിമിറ്റർ. ഈ ടെക്സ്റ്റിനെ ഏത് ഡീലിമിറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ അഥവാ ഏത് സെപ്പറേറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആ ക്യാരക്ടർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ പേരിനിടയിലുള്ള സ്പേസിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ സ്പേസ് ആണ് ഇവിടുത്തെ ഡീലിമിറ്റർ. ഡബിൾ കോട്ട്സ് സ്പേസ് ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ക്രിസ്റ്റഫർ എഡ്വേർഡ് നോളൻ എന്ന പേര് ക്രിസ്റ്റഫർ എഡ്വേർഡ് നോളൻ എന്നിങ്ങനെ 3 വാക്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. നോക്കുക, ഇവിടെയുള്ള പേരുകൾ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നിങ്ങനെ, അല്ലെങ്കിൽ ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ലാസ്റ്റ് നെയിം എന്നിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. മറ്റൊരു ഉദാഹരണം, വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് കമ്പനികളുടെ അഡ്രസ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഡേറ്റ് ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്ന കാണാം. ആദ്യം കമ്പനിയുടെ പേര്, കോമ, ലൊക്കാലിറ്റി, കോമ, സ്റ്റേറ്റ്, കോമ, പിന്നീട് രാജ്യത്തിൻ്റെ പേര്. ഇങ്ങനെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനി നെയിം, ലൊക്കാലിറ്റി, സ്റ്റേറ്റ്, കൺട്രി നെയിം എന്നിവ 4 വ്യത്യസ്ത സെല്ലുകളിലേക്ക് കിട്ടാനായിട്ട് ഈക്വൽ സ്പ്ലിറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ടെക്സ്റ്റ്, അഡ്രസ്സ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, കോമ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ഡീലിമിറ്റർ. ഇവിടുത്തെ ഡീലിമിറ്റർ കോമയാണ്. ഡബിൾ കോട്ട്സ് കോമ ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, കമ്പനി നെയിം, ലൊക്കാലിറ്റി, സ്റ്റേറ്റ്, കൺട്രി നെയിം എന്നിവ 4 സെല്ലുകളിലേക്ക് കിട്ടിയത് കാണാം. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യും. ഇനി ഡേറ്റയ്ക്കിടയിൽ ഒന്നിൽ കൂടുതൽ ഡീലിമിറ്റേഴ്സ് ഉണ്ടെങ്കിൽ സ്പ്ലിറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നോക്കാം. വീണ്ടും കുറച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള പേരുകൾ. പക്ഷേ ആദ്യത്തെ ഷീറ്റിൽ നമ്മൾ കണ്ട ഡേറ്റയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഫസ്റ്റ്, മിഡിൽ, ലാസ്റ്റ് നെയിമുകൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ചിലയിടത്ത് കോമ, ചിലയിടത്ത് ഹൈഫൻ, ചിലയിടത്ത് ഫോർവേഡ് സ്ലാഷ്, ചിലയിടത്ത് സ്പേസ് എന്നിവ ഉപയോഗിച്ചിരിക്കുന്നു. ഇങ്ങനെ പല ക്യാരക്ടേഴ്സ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ്, മിഡിൽ, ലാസ്റ്റ് നെയിമുകളെ സ്പ്ലിറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് നോക്കാം. ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ സ്പ്ലിറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ടെക്സ്റ്റ്, പേര് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, കോമ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ഡീലിമിറ്റർ. ഇവിടെ കോമയാണ് ഡീലിമിറ്റർ. ഡബിൾ കോട്ട്സ് കോമ. താഴോട്ടുള്ള സെല്ലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈഫൻ, ഫോർവേഡ് സ്ലാഷ്, സ്പേസ് എന്നിങ്ങനെയുള്ള സെപ്പറേറ്റേഴ്സ് കാണാം. ആ സെപ്പറേറ്റേഴ്സ് കൂടി ഇവിടെ ഡീലിമിറ്ററിൻ്റെ സ്ഥാനത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഹൈഫൻ, ഫോർവേഡ് സ്ലാഷ്, സ്പേസ്. ഡീലിമിറ്റേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഈ കാണുന്ന പേര് ഫസ്റ്റ്, മിഡിൽ, ലാസ്റ്റ് നെയിം എന്നിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. നമ്മളിവിടെ കണ്ട സ്പ്ലിറ്റ് ഫംഗ്ഷൻ സമാനമായിട്ടൊരു ഫംഗ്ഷൻ എക്സലിലും റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ടെക്സ്റ്റ് സ്പ്ലിറ്റ് എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ടെക്സ്റ്റ് സ്പ്ലിറ്റ് ഫംഗ്ഷനെ കുറിച്ച് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. താല്പര്യമുള്ളവർ ചാനൽ വീഡിയോ സെക്ഷനിൽ കയറി നോക്കുക. മറ്റൊരു സ്പ്രെഡ്ഷീറ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.